ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് സൈത്താനെ. ഓ രാവിലെ തന്നെ ഫണ്ണി. പാറിയിപ്പിക്കണ്ട നമ്മളെ കൊണ്ട്. എടാ ഈ ഇവിടുന്ന് പോയിട്ട് ഇന്നത്തേക്ക് എത്ര ദിവസമായി? സോറി ഫാദർ, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. തിരക്ക് പിടിച്ച ഷെഡ്യൂളിലെ സിനിമ എന്ന് പറഞ്ഞാൽ എന്താന്നാ ഫാദറിന്റെ വിചാരം? എടാ സിനിമ മോശാന്ന് ഞമ്മള് പറഞ്ഞില്ല. അതിനെന്തിനാണ്ടാ ഈ ഇങ്ങനെ കോലം കെട്ടി നടക്കണ്? എന്റെ ഫാദറേ. ഫാദറല്ല പാപ്പ, അങ്ങനെ വിളിച്ചാ മതി. അതൊക്കെ ഓൾഡ് ഫാഷൻ ഫാദറെ. ഈ ഒരു ഗെറ്റപ്പിൽ നടന്നാലേ ഒരു ലുക്കുള്ളൂ. നാളത്തെ അറിയപ്പെടുന്ന ഒരു സംവിധായകനോടാണ് ബാപ്പ സംസാരിക്കുന്നത്, ഫാദർ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. മോനെ, നാളത്തെ സംവിധായക ഒരു മാസം കഴിഞ്ഞ് നായാകുന്നതിന് ഇപ്പഴേ തിന്നണോ? ദയവ് ചെയ്ത് എന്റെ താടി മുടിക്കൊന്ന് വെട്ടിക്ക്. 2 മാസായി എന്നോട് ഞമ്മളിത് പറയുന്നത്. ഒന്നനുസരിക്കിന്റെ മോനെ. സോറി ഫാദർ, അത് മാത്രം പറയരുത്. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്നാ പിന്നെ ശരി, ഞാൻ അല്പം റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ. പടച്ചോനെ, ആശിച്ച് മോഹിച്ചുണ്ടായ ഒരേ ഒരു സന്താനാണ് ഇവൻ. ഇങ്ങനെ പൊട്ടിത്തിരിഞ്ഞു പോയല്ലോ. അല്ലോ ബാപ്പുജി, ബാപ്പുജി ഓടിവാ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാപ്പുജി. അല്ലോ ഓടിവാ ബാപ്പുജി. ഫാദർ വാപ്പച്ചിയായോ? അപ്പ സംഗതി കുഴപ്പാണ്. എന്താണ്ടാ? ബാപ്പുജി വയറുവേദന സഹിച്ചൂടാ. അപ്പൻഡിസൈറ്റിസ് ആണെന്നാ തോന്നുന്നേ. അപ്പന്റെ സൈക്കിളോ? ഉടനെ ഒരു ഓപ്പറേഷൻ നടത്തണം. അല്ലോ ഓപ്പറേഷൻ വേണ്ട, ഞമ്മക്ക് വേദന സഹിക്കാൻ പറ്റൂല. അതും ഷുക്കൂറൊന്നും അറിയില്ലല്ലോ. ബോധം കെടുത്തിയിട്ടല്ലേ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതെയോ ഡോക്ടറെ? എപ്പോഴാണ് പിന്നെ ബോധം കെടുത്താനുള്ള മരുന്ന് കൊടുക്കണത്? ദാ ഇപ്പൊ കൊടുക്കും. ഓക്കെ, നമ്മളിപ്പോ വരാം. ഈ സമയത്ത് നിങ്ങൾ ഇത് എവിടെ പോകുന്നു? ഓപ്പറേഷൻ നടത്തുന്നതിന്റെ കൂടെ ഇവന്റെ മുടിവെട്ടും കൂടി നടത്തണം ഡോക്ടറെ. പടച്ചവൻ കൊണ്ടെത്തന്നാണ് ഈ സൂക്കേട്. നമ്മളൊരു ബാബറെ തപ്പിട്ട് വരാം. നിങ്ങള് ബോധം കെടുത്തിക്കോളി.